ബിനാമികളാണ്. ബിനാമി എന്ന് പറഞ്ഞാൽ ബിനാമി റിയൽ എസ്റ്റേറ്റുകാർ. എന്റെ വില്ലേജ് ഓഫീസിലെ കേസിന് മുഴുവൻ കള്ളസാക്ഷികളാണ്, ഇയാളുടെ ബിനാമികളാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയി നിന്നു പെണ്ണുങ്ങളെ ഇടപെടുത്തേണ്ടതിന് പെണ്ണുങ്ങളെ ഇടപെടുത്തു, മറ്റു പുരുഷന്മാരെ ഇടപെടുത്തേണ്ടതിന് പുരുഷന്മാരെ ഇടപെടുത്തു. രാത്രി ഇന്നടുത്ത് വരണം, രാത്രി വില്ലേജ് ഓഫീസിന്റെ ഭാഗത്ത് വന്ന് ഇന്ന ഫയൽ തരാം, രാത്രി കടക്കാവുന്ന ബ്രിഡ്ജിന്റെ താഴെ വന്ന ഇന്ന ഫയൽ തരാം. വിജിലൻസ് വരുമോ? വിജിലൻസ് ആ സമയത്ത് വിളിച്ചാൽ വരുമോ? രാത്രി 10 മണിക്കും 12 മണിക്കും വിജിലൻസ് വരുമോ? ഇവിടെ ഒത്തിരി ബിനാമികളുണ്ട് ഇയാൾക്ക്. ഇപ്പൊ അങ്ങനെ ലക്ഷങ്ങള് ഇയാളെ കൈക്കൂലി വാങ്ങി ഇയാളുടെ സ്വത്ത് അന്വേഷിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ വിജിലൻസിന് നിയമസഭാ സമിതിക്ക് ഇപ്പൊ അടുത്ത കാലം പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാളെ ഇവിടുന്ന് പ്രശ്നമേ ഇല്ല. സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിലെ സർട്ടിഫിക്കറ്റ് എല്ലാം പറഞ്ഞ് എല്ലാം ഡീലായി. രാത്രി ഇന്ന സ്ഥലത്ത് വന്നാൽ ഇന്നത് ചെയ്തു തരാം. 3 തരം മാറ്റുക. കാർഷിക ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം, കാർഷിക ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം, വിദ്യാഭ്യാസപരമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം, പിന്നെ ജാതി സംബന്ധമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണം. ഇനിയിപ്പോ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖലയാണ് ആദിവാസി. ആദിവാസി പോയാലും പുള്ളിക്ക് 500 നോട്ട് കൊടുത്താൽ പറയും 500 ഒരെണ്ണം കൂടെ വെക്കാൻ പറയും, 2 എണ്ണം കൊടുത്താൽ പറയും 2 എണ്ണം കൂടെ വെക്കാൻ പറയും. അപ്പൊ 400 അങ്ങനെ മേടിച്ചു പോകുന്നതാണ്. ഇവിടെ മുതൽ 35 സെന്റ് സ്ഥലമാക്കാൻ. പിന്നെ പുള്ളിയുടെ ഒരു പ്രധാന ജോലി എന്ന് പറയുന്നത് 35 സെന്റ് സ്ഥലമാക്കാൻ 35,000 രൂപ. 35 സെന്റ് സ്ഥലമാക്കാൻ 35,000 രൂപ. ഇവിടെ കുറെ റിയൽ എസ്റ്റേറ്റുകാർ അവിടെ ഇവിടെ ഒക്കെ വാങ്ങി വിട്ടിട്ടുണ്ട്. ഇവർ കൊടുക്കാതിരുന്ന അവരുടെ റിക്കാർഡ് അത് പുറമ്പോക്കായി എന്നെ പോലെ കേസ് കളിക്കേണ്ടി വരും. അപ്പൊ ഞാൻ 12 വർഷം വകുപ്പായിട്ട് കേസ് കളിച്ചു. അതിന് ആരെങ്കിലും തയ്യാറാവും? എന്റെ ലക്ഷങ്ങൾ കേസിൽ പോയി. ആരെങ്കിലും തയ്യാറാവും? അങ്ങനെ ചോദിക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ അത് പുറമ്പോക്കാവും, അല്ലെങ്കിൽ കാച്ചുവിന്റെ ഏരിയ ആവും. കാച്ചുവിന്റെ ഏരിയ ആവുകയാണെങ്കിലും ഇദ്ദേഹത്തിന് നല്ലപോലെ സ്വാധീനിച്ച ലക്ഷങ്ങൾ കൊടുത്താൽ കാച്ചുവിന്റെ ഏരിയ പട്ടം തരും. പ്രസന്നൻ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ പെമ്മന്റെ മകനോട് പറഞ്ഞത് 3000 രൂപ തന്നാൽ 9 മണിക്ക് തരാന്ന്. വിജിലൻസ് ഞാൻ ഇതിന് പുറകെ തന്നെ ഉണ്ട്. മോഡിയിടയ്ക്കാണ് പുരപ്പുരാരത്തിൽ നിന്ന് വിജയകുമാർ രക്ഷപ്പെട്ടത്. സെക്കൻഡിനാണ്. ഇല്ലെങ്കിൽ വിജയകുമാർ വന്ന് വിജിലൻസ് കുടുങ്ങും. 50,000 രൂപ കൈക്കൂലിയിലാണ് പിന്നെ പ്രസന്നം കുടുങ്ങിയത്. പ്രസന്നം കുടുങ്ങി, പ്രസന്നം സസ്പെൻഡ് ചെയ്തു. 50,000 രൂപ 500 രൂപയാണ് പ്രസന്നം വേറെ കോമാണെന്ന് വിജിലൻസ് പിടിച്ച് അകത്ത് പോയി. അപ്പൊ ഇനിയിപ്പം വിജിലൻസിനെ കൊണ്ട് പിടിക്കാൻ വിജയകുമാറിനെ കഴിയില്ല. വിജയകുമാർ എന്താണെന്ന് ചോദിച്ചാൽ ബിനാമികള് കടക്കാവുന്ന ഫ്രിഡ്ജിന്റെ കാലവാ, അല്ലെങ്കിൽ നിലമ്പത്തിയുടെ അപ്പുറത്ത് പോവാ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിന്റെ ഫ്രണ്ട് പോവാ. രാത്രി 12 മണിക്ക്, വെളുപ്പിന് 4 മണിക്ക്, രാത്രി 1 മണിക്ക്. അപ്പൊ വൻ തുക എങ്ങനെ കൈപ്പറ്റി ആള് മുന്നോട്ട് പോകുമായിരുന്നു. മലമ്പുഴയിൽ പോകാൻ പുള്ളിക്ക് ഇപ്പോഴും എന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മലമ്പുഴയ്ക്ക് വരും പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ പുറകിൽ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പണി തുടങ്ങി. അപ്പൊ ഏകദേശം പണി ഞാൻ നല്ലപോലെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കളക്ടറിന്റെ മുമ്പിൽ ആദ്യം ഞാൻ പോയിട്ട് നിരാഹാരം ഇരിക്കാൻ പോവാണ്. നിരാഹാരം കളക്ടറേറ്റിന് മുമ്പിൽ നോട്ടീസൊക്കെ കൊടുത്ത് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നിരാഹാരത്തിന്റെ. അപ്പൊ ഒത്തിരി സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പരസ്യമായിട്ടല്ലെങ്കിൽ ഞാൻ അവരിലൊന്നും വിശ്വസിക്കുന്നില്ല. അപ്പം സപ്പോർട്ട് തരാമെന്ന് വെളിയിലുള്ള സപ്പോർട്ടുകളൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പലരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ കേസുകൾ ഇങ്ങനെ അട്ടിമറിച്ച് വീണ്ടും ഈ ആനി വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമായിട്ട് റിട്ടയർ ആകേണ്ടതാണ്. ഈ തഹസിൽദാറിന്റെ പോസ്റ്റ് തന്നെ അവർക്ക് കിട്ടില്ല. അത് കിട്ടേണ്ട ആൾ വേറെ അർഹതപ്പെട്ട ആളുണ്ട്. ഇവർ പിടിച്ചു വാങ്ങിയതാണ്. അവർ അഴിമതി നടത്തിയ അനധികൃതമായിട്ടുള്ള ഒരുപാട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവർ ആ കസേരയിൽ ഇരുന്നിട്ട് റിട്ടയർഡ് ആയി പോയി. അഡീഷണൽ തഹസിൽദാർ ആകണം, അല്ല അഡീഷണൽ തഹസിൽദാരല്ല, ആദ്യമായിട്ട് റിട്ടയർഡ് ആകേണ്ടതാണ്. ഇപ്പൊ ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഇപ്പൊ കേസ് കൊടുത്തിട്ട് ഇനിയിപ്പോ സർവീസിലേക്ക് ആ കസേരയിലേക്ക് വരില്ലല്ലോ. കഥകൾ കഴിഞ്ഞില്ലേ? എത്ര അഹങ്കാരം പിടിച്ചൊരു സ്ത്രീ ലോകത്ത് കേരളത്തിൽ ഇന്ന് വരെ ഒരു വകുപ്പിലും കാണില്ല. അവരുടെ വർത്താനവും സംസാരവും അവർക്ക് അവരെങ്ങനെ തഹസിൽദാരായി, അല്ലെങ്കിൽ എങ്ങനെ വില്ലേജ് ഓഫീസറായി? അവർ പുതുപ്പുരാരും വില്ലേജ് ഓഫീസറായിരുന്നു. അവിടുന്ന് കൈക്കൂലി 25 രൂപ കൈക്കൂലി, 10 രൂപ കൈക്കൂലി. അന്വേഷണം കഴിഞ്ഞപ്പോഴാണ് എന്റെ 5 രൂപ വരെ ഈ ആനി വർഗീസ് 5 രൂപ തള്ളമാരോട് 5 രൂപ കൈക്കൂലി മേടിച്ച ആ ആനി വർഗീസ് ആണ് തഹസിൽദാരുടെ കസേരയിൽ നിന്ന് ഇന്ന് വലിയ പദവിയിൽ. നിങ്ങൾ ചാനലിൽ കഴിയുമെങ്കിൽ അന്വേഷിച്ച് നോക്ക്. ഈ ആനി വർഗീസ് എന്ന് പറയുന്ന വ്യക്തി എവിടെയാണ് ജോലി ചെയ്ത്? വില്ലേജ് ഓഫീസറായിട്ടാണോ? ആ വില്ലേജ് ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോ 5 രൂപ നക്കാപ്പിച്ച. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ അവർക്ക് പുച്ഛമാണ്. തഹസിൽദാരെ ആദ്യ പുച്ഛമാണ്, കളക്ടറോട് പുച്ഛമാണ്. അവരൊരു പ്രത്യേക ക്യാരക്ടറാണ്, അവരോട് സംസാരിക്കാൻ പറ്റില്ല. 5 രൂപയെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ പറയാ ആനി ഇത്ര മോശം ഒരു സ്ത്രീ ഇല്ല. 5 രൂപ കൈക്കൂലി അവർ വാങ്ങും. ഇപ്പൊ തെളിവുണ്ട് ചോദിച്ചാൽ തെളിവില്ല. അവരുടെ സർവീസിൽ ഒരു വ്യക്തി ഈ തഹസിൽദാരെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയുകയാണെങ്കിൽ
ഞാൻ അവരെ വ്യക്തിപരമായിട്ട് വെല്ലുവിളിക്കുന്നു. പാലക്കാട് ജില്ലയിൽ ഈ അഡീഷണൽ തഹസിൽദാരായിട്ട് ചിറ്റൂരിന് റിട്ടയർഡ് ആയതാ ആര്? ആനി വർഗീസ്. അവരെ കുറിച്ച് വിരലിൽ എണ്ണാവുന്ന ഒരു വ്യക്തികളെങ്കിലും അവരുടെ ഓഫീസിലെ ജീവനക്കാരായിക്കോട്ടെ ഇപ്പോഴും അന്വേഷിക്കുക. അവരെ കൂടെ ജോലി ചെയ്ത ആൾക്കാരുണ്ട്. ഒരു വ്യക്തി പിന്നെ വിജയകുമാറിനെ കുറിച്ച് ഇത്ര മോശം അഭിപ്രായം ഞാൻ പറഞ്ഞെങ്കിലും പിന്നെ വിജയകുമാറിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയും. ആനി വർഗീസിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം പറയില്ല. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരെ കോടതി ഞാൻ കേട്ടു. പ്രസന്നന് 50,000 രൂപ കൈക്കൂലിയിൽ അവസാനം എന്റെ കേസിനൊക്കെ വലിയ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ഒരുപാട് ക്ഷമയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും എന്നെ അന്ന് ഒത്തിരി ഉപയോഗിച്ചു. അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനമൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും പട്ടിണി അനുഭവിച്ചു. അപ്പം ഞൊടിയിടയ്ക്കാണ് ബിജുകുമാർ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്ന് വിജിലൻസിന്റെ ട്രാപ്പിൽ പെടും. അപ്പം പ്രസന്നനെ പിടിച്ചിട്ട് വരുന്ന അങ്ങോട്ട് പോകാൻ ബിജുകുമാർ പുതുപ്പുരാറ് അന്ന് വില്ലേജ് ഓഫീസർ ഇവിടുന്ന് ട്രാൻസ്ഫറായി. അതിന്റെ പണിയൊക്കെ നോക്കി മലമ്പുഴയിൽ പോകാൻ പറ്റുമോ ഒന്ന് പറ്റാതെ വന്നിട്ടാണ്, പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് പുള്ളി അവിടുന്ന് പോയത്. പ്രസന്നം കുടുങ്ങി 6 മാസം സസ്പെൻഷനിലായിരുന്നു. അതിന്റെ വിശ്വരൂപങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു, ദുഃഖങ്ങൾ അനുഭവിച്ചു. കുടുംബത്തിൽ നിന്ന് അകന്നുപോയി, നാട്ടുകാരിൽ നിന്ന് അകന്നുപോയി. എൻ്റെ പൊതുപ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിലേക്ക് വന്നു. എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഭാഗത്തുനിന്നും ആക്രമണവും. ഞാൻ ജയിലിൽ കിടന്നു, ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തു. അപ്പം ഒരുപാട് പരാതികളൊക്കെ നേരിടേണ്ടി വന്നു. മാനസികമായിട്ട് പ്രയാസങ്ങൾ വന്നു. നോമ്പാകുന്ന സമയത്ത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ മരണം മുഖാമുഖം കണ്ടു. കുറെ നാളുകൾ ബോധമില്ലായിരുന്നു. എനിക്ക് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി, കണ്ണിന്റെ കാഴ്ച പോയി. പോലീസും ഭയങ്കര ദേഹോത്തരം ചെയ്തില്ല. പോലീസ് അല്ലാത്ത പീഡനങ്ങൾ മുഴുവൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ദ്രോഹങ്ങൾ എനിക്ക് വേണ്ടി പോലീസും റവന്യൂ വകുപ്പൊക്കെ ചെയ്തു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു. കൃത്യമൃഗം തടസ്സപ്പെടുത്തി, കമ്പ്യൂട്ടർ തല്ലി തകർത്തു. അവരുടെ ഒരു സാക്ഷി പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. എന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് കൈ തട്ടി മാറ്റിയെന്നാണ്. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഈ വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പിടിച്ചിറക്കി, എന്റെ പെരലിക്ക് പിടിച്ച് തള്ളി ഇറക്കി വിട്ടു. അയാളെ ചെയ്യാൻ പാടില്ല. പക്ഷെ അന്നൊന്നും ഞാൻ ഇത്ര രൂക്ഷമായിട്ട് ഇങ്ങനെ ഒരു കേസ് വരുമെന്നോ അല്ലെങ്കിൽ ഇതൊന്നും, എനിക്ക് എന്റെ മോന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, എനിക്ക് അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അത് കൈക്കൂലി കൊടുക്കാതെ കിട്ടണം. എത്രയോ പാവങ്ങൾ ഇവിടെ പട്ടിണി പാവങ്ങളില്ലേ, അവർക്ക് കൊടുത്തില്ലേ കാശ്? ചാരിറ്റി ആയിട്ട് ചെയ്യല്ലേ, ഇവർക്ക് എന്തിനാണ് ഇങ്ങനെ കൈക്കൂലി കൊടുക്കണേ? അതൊന്ന് ചിന്തിച്ചു. അങ്ങനെ അവർക്ക് കൊടുക്കേണ്ടത് മറ്റു ചാരിറ്റികൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു. ഇദ്ദേഹം നിൽക്കാനുള്ള അവകാശം ഇല്ല. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനമുണ്ട്. ഇദ്ദേഹം എന്നല്ല, അയാളൊരു മൃഗീയമാണ്, അസുരനാണ്. എന്റെ അനിയന്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് അവിടെ സർട്ടിഫിക്കറ്റിന് കരയിച്ചു, എന്റെ ഭാര്യയെ കരയിച്ചു, എന്റെ മക്കളെ കരയിച്ചു, എന്റെ കുടുംബത്തെ കണ്ടമാനം ആക്ഷേപിച്ചു. ഇയാളുടെ കാലഘട്ടത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് അവരും തരില്ല. ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ ഇല്ലാതെ ഈ വിജയകുമാറായിരുന്ന സമയത്ത് പോയിട്ടില്ല. എല്ലാത്തിനും വിവരാശം ചോദിച്ചിട്ടാണ് ഞാൻ പോവുക. ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് എത്ര വർഷ കാലാവധി വേണം? ഓരോ സർട്ടിഫിക്കറ്റിനും ഞാൻ വിവരാശം ചോദിക്കും. എന്നിട്ടാണ് ഓരോ വ്യക്തികളെ ഞാൻ പറഞ്ഞു വിടുന്നത്. അല്ലാതെ ഇയാൾ തരില്ല. വികാസപ്രകാരം പോയി എന്റെ പേരെങ്ങാനും പറഞ്ഞാൽ വേഗം ചാടിക്കയറി കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കില്ല, അല്ല കാശ് കൊടുക്കണം. കാശ് കൈക്കൂലി കൊടുത്ത് വീട്ടുകാരൊക്കെ വെട്ടിത്തിരുത്തി അവസാനം റിപ്പീറ്റ് ചെയ്ത് ഞാൻ വീണ്ടും പറയണു. ആ കഥയിലെ കോരയെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. ഇയാൾ ചെയ്തു കൊടുത്താണ്. ഇവിടെ ബാലു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു 35 സെന്റ് സ്ഥലമുണ്ട് വേറാമ്പറ്റ പുഴയോരത്ത്. ആ സ്ഥലം ഒരു 7-8 പ്രാവശ്യം വളർത്തുന്നുണ്ട്. എനിക്കറിയാൻ കഴിഞ്ഞത് ഓരോ പ്രാവശ്യം വളർക്കുമ്പോൾ 35,000 ആണ്. മറക്കൂട്ടിലെ മോഹനെ വിളിച്ചു ചോദിച്ചാൽ മലമ്പുഴ പോലീസൊക്കെ ഈ വില്ലേജ് ഓഫീസറെ കേസ് പല പ്രാവശ്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വരുന്നില്ല. അതെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. അവിടെ പോയിട്ട് കസേര വലിച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്ന് അവരെ ഇറക്കാതിരുത്തിയിട്ടുണ്ട്. ഒന്നും അവർ പരാതിപ്പെട്ടിട്ടില്ല. അപ്പം എന്റെ ഒരു ഇതിനാണ് പരാതി കൊടുത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകണം. എത്ര ലക്ഷം വേണമെന്നാ ചോദിക്കുന്നത്? എത്ര ലക്ഷം വേണം എന്റെ കേസ് പിൻവലിക്കാനെന്നാ എന്നോട് ചോദിക്കുന്നത്. എന്റെ സ്ഥാനത്ത് വേറെ വ്യക്തിയാണെങ്കിൽ ആ വാങ്ങി പിൻവലിക്കും. അപ്പൊ അയാൾക്ക് എതിരെയുള്ള പരാതികളെല്ലാം പിൻവലിക്കണം. വിജയകുമാറിനും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കൊടുത്തിരിക്കുന്ന പരാതികളെല്ലാം പിൻവലിച്ച് ഞാൻ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ കണ്ടമാനം ഭീഷണികൾ വന്നപ്പോൾ പാലക്കാട് SP അന്ന് ഒരു പയ്യനാണ് പാലക്കാട് പോലീസ് മേധാവി, പത്രസമ്മേളനം നടത്തി അന്ന് തന്നെ ഞാൻ അയാൾക്ക് ഒരു പരാതി കൊടുത്തിട്ട് നേരിട്ട് പോയി പരാതി കൊടുത്തു. എന്റെ മരണമൊഴിയായിട്ട് ഇത് കണക്കാക്കണം, എനിക്ക് ഏത് സമയത്ത് എന്ത് സംഭവിക്കാം, ഇപ്പോഴും എന്ത് സംഭവിച്ചാലും, എനിക്ക് എന്റെ യാത്രയിൽ എന്ത് സംഭവിച്ചാലും ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദികൾ ഒന്ന് അഡീഷണൽ തഹസിൽദാർ ആനി വർഗീസ്, ബിന്ദു MS, പ്രസന്നൻ, ഡോക്ടർ. എനിക്ക് അന്ന് എന്റെ ഷുഗർ 300. അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ മലമ്പുഴ കഴിയില്ല,
ഒരു അൽപ്പയോറിറ്റി ആയാലും ശരി, മനുഷ്യാവകാശ കമ്മീഷൻ ആയാലും ശരി, അതിന് മുകളിലുള്ള പരാതി കൊടുത്ത ഉദ്യോഗസ്ഥൻ പോലീസ് വകുപ്പിൽ ആഭ്യന്തര വകുപ്പിൽ ഒരു പരാതി കൊടുത്ത ഡിവൈഎസ്പിയുടെ ഓഫീസിലോ SP ഓഫീസിലോ വിളിച്ച് മൊഴിയെടുക്കും. ആ പരാതി അവരോട് കൊടുത്തിരും. അവർക്ക് ഉദ്യോഗസ്ഥർക്ക് പോലീസിലുള്ളവർക്ക് ക്ലീൻ ചിട്ട് നൽകി. ഞാൻ പരാതിക്കാരനായിട്ട് വീണ്ടും പരാതി റവന്യൂ വകുപ്പിൽ കൊടുത്താൽ അതിനും ഇതുപോലെ റവന്യൂ വകുപ്പിന്റെ ആൾക്കാർ വിളിച്ച് മൊഴിയെടുത്തു. അതിനും അവർക്ക് ക്ലീൻ ചിട്ട് കൊടുത്തു. കോടതിയിൽ പരാതി കൊടുത്തു. അന്നത്തെ മന്ത്രി റവന്യൂ മന്ത്രി മാത്യു ടി തോമസാണ്. വാട്സാപ്പ് വഴി പരാതി അയച്ചു. അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. പിന്നീട് അയാൾ ഉടനെ മാറി കളക്ടറേറ്റ്, പാലക്കാട് ജില്ലാ കളക്ടറേറ്റ് പോയിട്ട് ഞാനും ഈ സോമൻ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ മൊഴി കൊടുത്തു. ഒരു നടപടികളും ഉണ്ടായില്ല. ഈ വിജയകുമാറിന് കളക്ടറേറ്റ് ഒക്കെ കയറി ഇറങ്ങി കളക്ടർ കാണുന്നില്ല. കളക്ടറുടെ കയ്യിലേക്ക് പരാതി എത്തില്ല. ഉന്നതന്മാരുടെ ഈ പരാതികൾ മുഴുവൻ മുക്കി കൊണ്ടുപോവുകയാണ്. ഇവര് എന്നെ എങ്ങനെയെങ്കിലും തകർക്കണം. എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി, എന്റെ യാത്രയിലോ എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇതിന്റെ മരണമൊഴിയായിട്ട് തന്നെ എടുക്കണം. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ തന്നെ ഇപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കേസിൽ നിന്ന് പിന്മാറണം. ഞാൻ കേസിൽ നിന്ന് പിന്മാറണം. കുറെ കള്ളസാക്ഷികളെ വെച്ചിട്ട് കോടതി വിധി എന്ത് വന്നാലും ഞാൻ അംഗീകരിക്കും. കോടതി വിധി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും കേസിന്റെ പുറകിൽ പോകുന്നു. ഇപ്പം വിജയകുമാർ കളക്ടർ ഔദ്യോഗികമായിട്ട് നിയമസഭാ സമിതി തന്ന രേഖയുണ്ട്, വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നാണ്. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. കളക്ടറുടെ ബംഗ്ലാവിൽ തൊട്ട് പുറകിൽ അയാളുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്ത് 5 കിലോമീറ്ററേ ഉള്ളൂ. അവിടേക്കാണ് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത്. എനിക്കിനിയിപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് നീതി കിട്ടും തോന്നുന്നില്ല. ഇനിയിപ്പോൾ മാധ്യമങ്ങളിലും നിരാകാരമോ ഒക്കെ അല്ലാതെ വേറെ എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. ഞാനിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് അകന്നുപോയി, എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് അകന്നുപോയി, നാട്ടുകാരിൽ നിന്ന് അകന്നുപോയി, രാഷ്ട്രീയക്കാരന് ഒരു സപ്പോർട്ടും ചെയ്യില്ല. ഇപ്പം എല്ലാ വ്യക്തികളും പറഞ്ഞ അന്ന് കൈക്കൂലി കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ജയിലിൽ പോകണ്ട, ഇപ്പം സമൂഹത്തിൽ ആക്ഷേപിക്കേണ്ട, നാണക്കേട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് വേദനകൾ വരുന്നുണ്ട്. നീതി ലഭിക്കുന്ന എനിക്ക് അല്പം പോലും വിശ്വാസമില്ല. എനിക്ക് പോലീസ് ഭക്ഷണം തന്നില്ല, വെള്ളം തന്നില്ല, വെള്ളം പോലും അവർ തന്നില്ല. എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവർ ശ്രമിച്ചത്. ഈ ഷമീറും ഈ സത്യനാരായണൻ എന്ന് പറയുന്ന വ്യക്തിയും എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ബാക്കി എന്നെ കൊണ്ടുപോയ പോലീസുകാരുടെ ഒന്നും പേരെനിക്കറിയില്ല. അപ്പോൾ അവരന്ന് കൊണ്ടുപോയി എൻ്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇട്ടു, പത്രത്തിലൊക്കെ ഇട്ടു, പത്രക്കട്ടിങ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പോലീസും വളരെ മൃഗീയമായിട്ട് ഒരു മനുഷ്യത്വമില്ലാത്ത, ഞാനെന്താണ് റേപ്പ് കേസിലെ പ്രതിയാണോ, കൊലക്കേസിലെ പ്രതിയാണോ, അല്ലെങ്കിൽ മോഷണ കേസിലെ പ്രതിയാണോ? ഒന്നും അല്ലല്ലോ. എൻ്റെ പാകം ഒന്നും പോലീസ് കേട്ടില്ല. എന്നെ ശരിക്കും പറഞ്ഞാൽ കാരാഗ്രഹത്തിലേക്ക് തള്ളിവിടുന്ന പോലെയാണ് തള്ളിവിട്ടത്. ഇനി ജയിലിൽ പോയാലൊന്നും എനിക്ക് സങ്കടമില്ല. ഈ ഷമീർ എന്ന് പറയുന്ന വ്യക്തി കണ്ടമാനം ചീത്ത വിളിച്ചു. അസഭ്യ വാക്കുകൾ കണ്ടമാനം CCTVയുടെ മുമ്പിൽ നിർത്തി, നീ അവിടെ കംപ്ലൈന്റ് കൊടുക്കും, ഇവിടെ കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത വിളിച്ചു. ഷമീർ വിളിച്ചു, അല്ല സംസുദ്ദീൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ചീത്ത വിളിച്ചു. സംസുദ്ദീൻ ആരാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് MLAക്ക് എന്ത് കഴിയും, നീ ഇപ്പോൾ എവിടെ കിടക്കണേ, നീ ഇറങ്ങിപ്പോണെന്ന് കാണട്ടെ, 3 മാസം കഴിയാതെ നീ ഇവിടെ ഇറങ്ങില്ല, ഞാൻ അതിനുള്ള പണികളെല്ലാം ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കയ്യും കാലം തല്ലി ഓടിക്കും. ഒരുപാട് ചീത്ത വിളിച്ചു. യൂസ്ലെസ് നടത്ത അതിൻ്റെ അർത്ഥം എന്താ? ഒന്നിനും കൊള്ളില്ലാതെ ഒരുപാട് ചീത്ത വിളിച്ചു. അപ്പോൾ അതിനെതിരെയൊക്കെ ഒത്തിരി പരാതികൾ കൊടുത്തു. പരാതികളൊന്നും ഇതുവരെ നടപടിയിൽ സ്വീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നിരാകാരത്തിലേക്കാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് റവന്യൂയിലാണ്. റവന്യൂവിലെ അഴിമതി എന്ന് പറഞ്ഞാൽ അതിപ്പോ ഞാനോ എന്നെപ്പോലെ 10 പേര് വിചാരിച്ചാലോ, എന്നെപ്പോലെ 10 പേര് വിചാരിച്ചാൽ ഒരു പരിധി വരെ അതിന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പോയി കൈക്കൂലി ചോദിച്ചു, 2000 ചോദിച്ചു, അല്ലെ 2500 ചോദിച്ചു, 3000 ചോദിച്ചു, ഞാൻ കൊടുത്ത എന്റെ കാര്യം നടന്നു. ഞാൻ അവരുടെ മുമ്പിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിലും നല്ലതായി, എന്റെ കാര്യങ്ങൾ പെട്ടെന്നായി. അപ്പം ഞാൻ ചെയ്തു. സാധാരണ ഒരു പിന്നോക്കക്കാരൻ പോയി, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ആദിവാസി പോയി, അവൻ ചിലപ്പോൾ അവന്റെ വസ്ത്രം മുഷിഞ്ഞായിരിക്കും, അവന് ചിലപ്പോൾ 50 രൂപ എടുക്കാനുണ്ടാവില്ല, വണ്ടിക്കൂലി ഉണ്ടാവില്ല. അങ്ങനെയുള്ള വ്യക്തികൾ പോകുമ്പോൾ അവരോടും സ്വീകരിക്കുന്ന, ഇവിടുത്തെ സമ്പന്നന്മാരോട് സ്വീകരിക്കുന്ന സമീപനമാണ് റവന്യൂ വകുപ്പിലും ഒട്ടുമുക്കാലും സർക്കാർ ഓഫീസുകളിലും മുഴുവൻ. ചില പോലീസ് സ്റ്റേഷനുകളിൽ, എല്ലാ പോലീസ് സ്റ്റേഷനൊന്നും ഇല്ല. അവർക്ക് നീതി ലഭിക്കണ്ടേ? അവരുടെ ഒരു ആവശ്യമായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദിവാസികളെ ഒരു ജാതിപ്പേര് വിളിച്ച ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിലെ നിയമം അല്ലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരു SIO CIO അല്ല അന്വേഷിക്കേണ്ടത്, DYSP ആണ്. അവനൊരു ജാതി സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസറിന്റെ സഹായം വേണം. അവനൊരു പെൻഷൻ കിട്ടണമെങ്കിൽ അവന് വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം. അവന്റെ മക്കളെ വിദ്യാഭ്യാസത്തിന് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിന്റെ സഹായം വേണം, റവന്യൂ വകുപ്പിന്റെ സഹായം വേണം. അതുപോലെ ഒരു ചികിത്സ സഹായം കിട്ടണമെങ്കിൽ റവന്യൂ വകുപ്പിന്റെ സഹായം വേണം. ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തു, അവന്റെ ഭാഗം കേൾക്കുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്ത പോലെ തന്നെ അവന്റെ ഭാഗം എന്താന്ന്
കേൾക്കുന്നില്ല. അവനെ ചീത്ത വിളിച്ചു, അല്ലെ പോലീസ് മർദ്ദനം. അങ്ങനെ ചില പോലീസുകാർ കണ്ടമാനം മർദ്ദിക്കും. ചില പോലീസുകാർക്ക് ഒട്ടും സംസ്കാരമില്ല, അവർ പറയുന്നത് കേൾക്കണം. അതുപോലെ കേട്ട് അവിടെ ജയിലിൽ പോയി. അവർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ കന്നുകാലികളെ ചന്തയിൽ കൊണ്ടുപോയാൽ, ഈ കോഴി ചന്തയിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉടമകളുണ്ട്. ഇപ്പം ഈ പോലീസ് ചെയ്യുന്നത് കോടതിയിൽ നിന്ന് കൊണ്ട് എത്തിച്ച് ജയിലിൽ കഴിഞ്ഞ് അവരൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞു, അവരുടെ വീടുകളിൽ പോകണം. ഇവൻ ജയിലിൽ കിടന്ന് പ്രായി കിടക്കുകയാണ്, അതിന് ജാമ്യം എടുക്കാൻ ആളില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നത്? ഒരാൾ നീതിക്ക് വേണ്ടി ചോദിക്കുന്നവൻ ജയിലിൽ പോകും. കാശ് കൊടുത്തില്ല, കൈക്കൂലി കൊടുത്തില്ല, അവനും ജയിലിൽ പോകും. നിയമം പറഞ്ഞ അവൻ വലിയ പീഡനക്കാരനായി, കുറ്റക്കാരനായി. എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് അറിയില്ല. സമൂഹത്തിൽ നിന്ന് മുഴുവൻ ഒറ്റപ്പെട്ടു പോകും. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നു. റവന്യൂ വകുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അഴിമതി നടക്കുന്ന ഒരു വകുപ്പ് കേരളത്തിൽ വേറെ ഒരു വകുപ്പും ഇല്ല. ഈ ഉദ്യോഗസ്ഥൻ എടുത്ത് ഇപ്പൊ താഴേക്ക് പോയാൽ നമ്മളൊരു പേപ്പർ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവര് പിന്നെ അടുത്തെല്ലാം പറയും, അവിടെ ചെല്ലുമ്പോൾ ഇപ്പുറത്തെ ചേർത്ത് ചെല്ലാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അവിടെ ജോലി ചെയ്യാൻ സമയമില്ല. അവിടെ ലഡ്ഡു വിതരണവും അല്ലെ കേക്ക് വിതരണവും നമ്മൾ എന്തിനു വന്നു എന്ന് പോലും അവർ ചോദിക്കില്ല. നമ്മളിപ്പോ ഒരു ആവശ്യമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിൽക്ക്. ഇപ്പൊ അന്നത്തെ നമ്മുടെ ആയുസ്സും പോയി, ആരോഗ്യവും പോയി, നമ്മുടെ സാമ്പത്തികം പോയി, പണി പോയി. അത് അന്നും സാധിക്കുന്നില്ല. ഇപ്പൊ ഇവിടുന്ന് 35 കിലോമീറ്റർ അപ്പുറത്താണ് പാലക്കാട് താലൂക്ക് ഓഫീസ്. ഒരു കാര്യത്തിന് പോയാൽ അന്ന് വേറെ ഒരു കാര്യം നടക്കില്ല. താലൂക്കിൽ അന്ന് പോയാൽ അന്ന് നടക്കുമോ? അന്നും നടക്കില്ല. നല്ലവരായ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ട്, പക്ഷെ കൈക്കൂലിക്കാരും ഉണ്ട്. അത് ഇപ്പം റിട്ടയർഡായ തഹസിൽദാർ, അവർ അഡീഷണൽ തഹസിൽദാരായിട്ട് പാലക്കാട് താലൂക്കിലിരുന്നാണ്. അവരെപ്പോലുള്ള ഇരുന്നാണ് വെറുതെ ഓഫീസ് തുറന്നു വെച്ച് അവർ കുറച്ച് ഷോയിങ് ചെയ്ത് അവർക്ക് പറ്റിയ ആൾക്കാരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് അവർ അങ്ങനെ പോകുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അവരെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ബാക്കിയുള്ള പൊതുജനം പേര് കഴുതിയാണ്, വിഡ്ഢികളാണ്. അവർ പോകുക, അവരെ കണ്ടിട്ട് പോരാം. സിനിമാ നടിമാരെ കാണുന്ന പോലെ കണ്ടിട്ട് പോരാം. അവരൊന്നും ഒരു കാര്യം ചെയ്തു തരില്ല. അല്ല അതുപോലെ ലക്ഷങ്ങൾ ആയിരങ്ങൾ കൈക്കൂലി കൊടുത്താൽ അവർ കാര്യങ്ങൾ ഇടപെടും ചെയ്യും. അല്ലാതെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു റേഷൻ കാർഡിന്റെ ആവശ്യത്തിന് പോകണം, എത്ര ബുദ്ധിമുട്ട് വേണം, എത്ര ബുദ്ധിമുട്ടണം. ഇപ്പം വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് അതിനും വേണം, അതിന് പോയാലും കൈക്കൂലി കൊടുക്കണം. ഇപ്പോ മലമ്പുഴ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്നവരൊന്നും വലിയ കുഴപ്പക്കാരല്ല, ഒരു സാമാന്യം മര്യാദയായിട്ട് പണിയെടുക്കുന്ന ജീവനക്കാരാണ്. ഈ 2017-18 മുതലാണ് വില്ലേജിൽ ഭയങ്കരമായ കൈക്കൂലിക്കാരും അഴിമതിക്കാരും നിറഞ്ഞത്. അതിന് പല വിധങ്ങളിൽപ്പെട്ട പരാതികൾ കൊടുത്തിട്ടും അവർക്കത് ഒരു നടപടി ഇന്നുമില്ല, ഇന്നലെയും ഉണ്ടായിട്ടില്ല. എന്തോ കഷ്ടകാലത്തിന്, പിന്നെ ആരുടെ കഷ്ടകാലമാണെന്നറിയില്ല, ആ പ്രസന്നം മാത്രം വിജിലൻസിൽ കുടുങ്ങി 50,000 രൂപയിൽ, ബാക്കിയുള്ളവരും ഒന്നും എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പൊ എന്താ വെച്ചാൽ രാത്രി 1 മണിക്ക് വാങ്ങും, 2 മണിക്ക് വാങ്ങും, 4 മണിക്ക് വാങ്ങും. അപ്പൊ ഓഫീസിൽ ആവശ്യം കാര്യമൊന്നുമില്ല. മലമ്പുഴ 1 വില്ലേജിലെ വീട്ടുകാർ, എനിക്ക് ഇപ്പോഴത്തെ സ്ഥിതി അറിയില്ല, ഈ കാലഘട്ടങ്ങളിലൊക്കെ പല ഉദ്യോഗസ്ഥരും വന്ന് പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിക്കാൻ വരുമ്പോൾ അവർ പറയണത് മലമ്പുഴ 1 വില്ലേജിലെ വീട്ടുകാർ പിന്നെ കളക്ടറേറ്റിലാണ്, താലൂക്കിലാണ് എന്നാണ് പറയുന്നത്. അപ്പോ വീട്ടുകാരന്റെ ഞാൻ എനിക്ക് അറിയാവുന്ന നിയമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ കോടതിയുടെ ഓർഡർ വേണം വീട്ടുകാർ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ, അതല്ലെങ്കിൽ ജില്ലാ കളക്ടർ ഓർഡർ വേണം, അല്ലെങ്കിൽ ആദ്യയുടെ ഓർഡർ വേണം. തഹസിൽദാർക്ക് പോലും ആ വീട്ടുകാർ പുറത്ത് കൊണ്ടുപോകാനുള്ള ഓർഡർ ഇവിടുന്ന് വാങ്ങണം എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ ഇത് വീട്ടുകാരന്റെ പേജുകൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. വീട്ടുകാരന് വിജയകുമാർ എന്നവരുടെ വ്യക്തി ഒത്തിരി വെട്ടിത്തിരുത്തൽ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പല ഭാഗത്തും പരാതി കൊടുത്തിട്ട് ഇന്ന് വരെ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടുകാർ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ തൊട്ടടുത്തുള്ള 1-2 വ്യക്തികളെ കുടുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനും കേസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പിന്നെ കൗണ് ഇട്ടിട്ടുണ്ടെങ്കിൽ മലമ്പുഴ മണ്ണിലെ വീട്ടുകാർ ഞാൻ കോടതിയിൽ വരുത്തിക്കുന്ന പറഞ്ഞു. അപ്പോ ഈ വിജയകുമാറിനെ സംബന്ധിച്ച് ലോകായുക്തയിൽ കേസുണ്ട്, വിജിലൻസിൽ ഒരുപാട് പരാതികളുണ്ട്. അപ്പോ എത്ര പരാതികളായാലും പുള്ളിക്ക് ക്ലീൻ ചിറ്റാണ്. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി റവന്യൂ വകുപ്പ് പുള്ളിയുടെ അളിയന്റെ ആണോ, മന്ത്രി ഇനി അളിയനാണോ എന്ന് എനിക്കറിയില്ല. മന്ത്രി ആക്ഷേപിക്കല്ല, ഇനി റവന്യൂ വകുപ്പിൽ അത്ര പിടിപാടാണ്. പുള്ളിക്കെതിരെ എന്ത് പരാതി കൊടുത്താലും അവരന്വേഷിക്കില്ല. വിജയകുമാറിനെതിരെ പരാതി കൊടുത്താലോ, അല്ലെ അഡീഷണൽ തഹസിൽദാർക്കെതിരെ പരാതി, തഹസിൽദാർ എന്ന് പറയുന്ന ആനി വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ഈ റോജോയുടെ ഭാര്യയാണ്. റോജോ ഏഷ്യാനെറ്റിന്റെ ACBയുടെ എഡിറ്ററാണ്. അപ്പൊ ആ പേരിൽ പത്രക്കാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഉദ്യോഗസ്ഥർക്കൊക്കെ ഭയമുണ്ട് ആനി വർഗീസിനോട്. അവരോട് എല്ലാ വ്യക്തികൾക്കും എതിർപ്പാണ്. അപ്പൊ ആ ഒരു പേരിലാണ് പത്രസമ്മേളനമൊക്കെ അട്ടിമറിച്ചത്. എന്റെ പത്രസമ്മേളനം അട്ടിമറിച്ചു. ഒരൊറ്റ 1500 രൂപ രേഖ സഹിതം ഞാൻ ഹാജരാക്കാം. ഒരൊറ്റ പത്രത്തിൽ വന്നിട്ടില്ല. ഒരു ദിവസം എന്റെ പോയി. കേരളം ഭരിക്കുന്ന കക്ഷിക്ക് ഏറ്റവും അധിമതിപ്പുണ്ടാക്കിയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് ഈ 4-5 ഉദ്യോഗസ്ഥർ. അവരെക്കുറിച്ച് നല്ല രീതിയിൽ സർക്കാർ ഇടപെട്ട്, മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട്, വകുപ്പ് ഇടപെട്ട്
ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തി ഇവർക്കെതിരെ നടപടികൾ, ഇവരെ സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യണം. ഇത് കേരള സർക്കാരിന് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. പാലക്കാട് മലമ്പുഴ 1 വില്ലേജ്, അതിലെ റവന്യൂ ഉദ്യോഗസ്ഥരും ആ കാലഘട്ടത്തിലിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഇല്ല കേട്ടോ, അതിൽ എത്രയോ നല്ല നല്ല താലൂക്കിലൊക്കെ നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ താലൂക്കിലെ ആ സീനിയർ സൂപ്രണ്ട് സന്തോഷം എന്ന് പറഞ്ഞൊരു സൂപ്രണ്ടുണ്ട്. അദ്ദേഹമൊക്കെ എത്ര നന്നായിട്ട് ജനങ്ങളോട് ഇടപെടുന്നത്. താലൂക്കിൽ എത്രയോ ആൾക്കാരുണ്ട്. ഇതിനു മുമ്പ് എത്ര വില്ലേജ് ഓഫീസർമാർ ഇരുന്ന സ്ഥലമാണ് മലമ്പുഴ 1 വില്ലേജ്. അവരൊക്കെ കാര്യങ്ങൾ, അതിന് മുമ്പ് ക്യാൻസർ രോഗിയായിരുന്നു, ജ്യോതിലക്ഷ്മി എന്ന് പറയും. അവരുടെ അടുത്ത് ഒരു കാര്യത്തിന് പോയാൽ അവർ സർക്കാർ കാര്യത്തിന് പിണങ്ങിയും വർത്താനം പറയും, വേണമെങ്കിലും വർത്താനം പറയും. അവരൊരു വൈരാഗ്യം അനുഭവിക്കില്ല, അല്ല കൈക്കൂലിയും ചോദിച്ചിട്ടില്ല. പല കാര്യങ്ങളും അവർ ഇടപെട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു ട്രൈബൽ സൊസൈറ്റി ഉണ്ടായിരുന്നു, ഗിരിജൻ സൊസൈറ്റി. CM സുന്ദരം MLA ആയിരുന്ന കാലത്തും മന്ത്രിയായിരുന്ന കാലത്തും ഒരു 500-600 ആൾക്കാർ അകലെ കടുക്കാങ്കുന്നം, വാരണി, കൊട്ടേക്കാട്, അതത്ര, ഒലവക്കോട്, പുലിപ്പുരാരം, അപ്പൊ അവിടുന്ന് ഒരു 10-600 പേര് വന്ന് വിറക്, മുള്ള്, വനവിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നൊരു സൊസൈറ്റി ആയിരുന്നു. ആ സൊസൈറ്റി ഇപ്പം ആദിവാസികൾ പട്ടികജാതി ഗിരിജൻ വകുപ്പിന്റെ ഒരു സൊസൈറ്റി ആയിരുന്നു. അട്ടപ്പാടിന്ന് വരെ മലഞ്ചരക്ക് സംഭരിച്ചുകൊണ്ടിരുന്ന പാലക്കാട് ജില്ലയുടെ ഒരു സൊസൈറ്റി ആയിരുന്നു മലമ്പുഴ ഗിരിജൻ സൊസൈറ്റി. CM സുന്ദരം മന്ത്രി ആയിരുന്ന കാലത്ത്, MLA ആയിരുന്ന കാലത്ത് കൊണ്ടുവന്നാണ് കമ്മ്യൂണിറ്റി ഹാള് ഈ സൊസൈറ്റി. അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും നിർത്തിയില്ല. ആ സൊസൈറ്റി വളരെ പരിതാപകരമാണ്. ഇപ്പോൾ മലഞ്ചരക്കുകളൊന്നും അവിടെ എടുക്കുന്നില്ല. മലഞ്ചരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തികമില്ല കൊടുക്കാനുള്ള. ആദിവാസിക്ക് ചീനിക്ക, ഉറുവഞ്ചി, തേന്, ഇങ്ങനെ സാധനങ്ങളൊക്കെ കാലാകാലങ്ങളിൽ സംഭരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അതെല്ലാം നിന്നുപോയി. ഇപ്പോൾ അവിടെ ഒരു സാധനം സൊസൈറ്റി ഉണ്ട്, അവിടെ തുറന്നൊക്കെ വെച്ചിരിക്കുന്നതാണ്, മലഞ്ചരക്കൊന്നും സംഭരിക്കുന്നതാണെന്നില്ല. അങ്ങനെ ആദിവാസിക്ക് ഒരു മാർഗങ്ങളില്ല. ഇപ്പൊ ആദിവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മാർഗങ്ങൾ, മറ്റുള്ള പണികൾക്കൊക്കെ പോവുക, അങ്ങനെയൊക്കെ കഴിയുക എന്നുള്ളതല്ലാണ്ട് ഇപ്പം ഏത് ആശ്രയം തൊഴിലുറപ്പാണ്, അല്ലാതെ മറ്റു വരുമാനങ്ങളൊന്നും ആദിവാസികൾക്കും ഇല്ല. അപ്പം ഈ സൊസൈറ്റി എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ഫണ്ടൊക്കെ കൊടുത്ത് അതൊരു മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു വഴികൾ തുറന്നാൽ നല്ലതായിരുന്നു ഗിരിജൻ സൊസൈറ്റി. അപ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ കൊടുക്കാൻ ശമ്പളമില്ല. അതിലും അഴിമതികൾ ചെയ്ത് അതും പൂട്ടിക്കെട്ടിയ നിലയിലാണ്. അപ്പോൾ നേരത്തെ ഒരു വർഗീസ് എന്ന് പറഞ്ഞൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. അയാളുടെ കാലത്തൊക്കെ നല്ല നിലയിൽ അത് പ്രവർത്തിച്ചതും ഇപ്പോൾ കുറെ ആദിവാസികൾക്ക് വീടൊക്കെ വെച്ച് കൊടുക്കാനും അതും ഒരു നല്ല ഇതായിട്ട് പോയത്. പാലക്കാട് ജില്ലയുടെ ഒരു ഓഫീസും സെക്രട്ടറിയും ഓടമൊക്കെ ആയിട്ട് ഇരുന്നതാണ്. പക്ഷെ അത് ഇപ്പം അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇപ്പൊ അവിടെ മലഞ്ചരക്കുകളൊന്നും എടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ ആദിവാസിക്കൊന്നും വനത്തിൽ പോകാൻ പറ്റില്ല. അങ്ങനെ വന്യമൃഗങ്ങൾ, കണ്ടമാനം ആന ശല്യമായി. ആദിവാസി മേഖല ഭയങ്കര തകർന്ന് അടിഞ്ഞ ഒരു ഇതാണ്. അവരുടെ വീടുകളൊന്നും, അവരുടെ ജീവിതമൊക്കെ വളരെ ദുരിത അവസ്ഥയിലാണ്. വീടുകളൊന്നും മധുവിന്റെ കേസ് വന്നതോടുകൂടി അവരുടെ വീടിന്റെ ഇപ്പോഴും അവരുടെ വീടുകളൊന്നും പണികളൊന്നും പൂർത്തിയായിട്ടില്ല. ഇപ്പം വീടില്ലാത്തവരുണ്ട്, ഒരുപാട് ദുരിതത്തിൽ കഴിയുന്ന ആദിവാസികളുണ്ട്. ഇപ്പം കറണ്ട് ഇല്ലാത്ത വീടുകളുണ്ട്. ആദിവാസിക്ക് ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല.